വിജിൻ വായന്തോട് എന്തൊക്കെ കാര്യങ്ങളാണ് നാട്ടുകാരുടെ അഭിപ്രായത്തിൽ രൂപം കൊള്ളുന്നത്? മാത്രമല്ല ഈ വിഷയത്തിൽ പോലീസ് ചില കണ്ടെത്തലുകളൊക്കെ കണ്ടെത്തിയിരുന്നു അവിടെ നിന്നും, സംഭവ സ്ഥലത്ത് നിന്നും. മാത്രമല്ല ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയായി. കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? മറ്റു വിവരങ്ങളിലേക്ക് കൂടി ഒന്ന് പോയാൽ. അജിംഷാദ്, എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ എത്തി വീടിനകത്ത് പരിശോധന നടത്തി അവിടെയുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ചാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പോയിരിക്കുന്നത്. പോലീസ് സംഘവും വീട്ടിനകത്ത് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കുട്ടിയുടെ മരണത്തിലെ ദുരൂഹത ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. നാട്ടുകാരുൾപ്പെടെയുള്ളവർ ആ ദുരൂഹത എന്താണ്, ഈ മരണത്തിന് കാരണം എന്നറിയാനായിട്ടുള്ള ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവർക്കൊക്കെ അറിയണം, ഈ അവരുടെ ഇടയിലൂടെയൊക്കെ നടന്ന് കളിക്കുകയും അവരോടൊക്കെ കുശലം പറയുകയും ഒക്കെ ചെയ്ത കുട്ടിയെ എന്തിനാണ് കൊന്നത്, ആരാണ് കൊന്നത് എന്ന കാര്യം അറിയാനായിട്ടുള്ള കാത്തിരിപ്പാണ്. എന്തായാലും പോലീസിന് ഇക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനുള്ള ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും ഒക്കെയാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ അമ്മയും അതുപോലെ തന്നെ അച്ഛനും ഒപ്പം തന്നെ അമ്മയുടെ സഹോദരൻ, അമ്മയുടെ അമ്മ, അതുപോലെ തന്നെ കുട്ടിയുടെ സഹോദരി എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇവർ ഈ അച്ഛൻ്റെ, അതായത് ശ്രീതു എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായാണ് ഭർത്താവ് ശ്രീജിത്ത് ഉൾപ്പെടെ ഇവിടെ എത്തിയത്. എന്തായാലും നേരത്തെ ഒന്നും ഇവിടെ സ്ഥിരമായി ശ്രീജിത്ത് വീട്ടിൽ ഉണ്ടാകാറില്ല എന്നാണ് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നത്. ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നാട്ടുകാരും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ തൊട്ടടുത്ത കടയിലെ ചേച്ചിമാരൊക്കെ സംസാരിച്ചപ്പോൾ അക്കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇത് എന്തിനാണ് ഇത്തരത്തിൽ ഈ കുട്ടിയുടെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്, ആരാണ് കൊല നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ദുരൂഹമായി തന്നെ നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ അമ്മയുടെ സഹോദരൻ്റെ മുറിയിലാണ് തുണികളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിൽ പെട്രോളിൻ്റെ മണ്ണെണ്ണയുടെയൊക്കെ ഗന്ധമുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ ആ സമയത്ത് എത്തിയ നാട്ടുകാർ തന്നെ പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ മനഃപൂർവ്വം തീയിട്ടതാണ്. ആ തീയിട്ടതിനിടയിലാണ് കുട്ടി കാണാനില്ലെന്ന വിവരം ഈ അച്ഛനും അമ്മയും ഒക്കെ നാട്ടുകാരെയും ഒപ്പം തന്നെ പോലീസിനെയും ഒക്കെ അറിയിച്ചത്. എന്തായാലും ശരി, ബാലരാമപുരത്തു നിന്നും ഉള്ള വിവരങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും സംഭവ സ്ഥലത്തു നിന്നും വിജിനും സുലേഖയും നൽകി വന്നത്.